നമസ്കാരം, ഡോക്ടർ അൽഫീനയാണ്. ഇന്ന് മറ്റൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മുടെ മറ്റൊരു പേഷ്യൻ്റ് കൂടി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഹൈദരാബാദ്, പൂനെ, അല്ലെങ്കിൽ ബാംഗ്ലൂർ, തിരുനെൽവേലി, കോയമ്പത്തൂർ നിന്നൊക്കെ നമുക്ക് പേഷ്യൻസ് വരുന്നുണ്ടെങ്കിലും ഈ ഒരു പേഷ്യൻ്റ് അവരെ കഴിഞ്ഞൊക്കെ ദൂരത്തുനിന്ന് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ചെറുപ്പക്കാരാണ്. ഇവരെ സംബന്ധിച്ച് ഇവർ സീനിയർ സിറ്റിസൺസ് ആണ്. കുറേ മണിക്കൂറുകൾ യാത്ര ചെയ്താണ് അവർ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നത്. ആദ്യം ആഴ്ചകളിൽ വരുമായിരുന്നു, പിന്നീട് ബെറ്റർ ആയി കഴിഞ്ഞപ്പോൾ 2 ആഴ്ചകളിൽ ഒരിക്കൽ വരാൻ തുടങ്ങി. അങ്ങനെ 4 മാസത്തോളം അവർ കറക്റ്റായിട്ട് വന്ന് കാര്യങ്ങളെല്ലാം ചിട്ടയോടെ ചെയ്തു. ഇപ്പം അവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അവർ എവിടുന്നാണ് വരുന്നേ, എന്തിനാ ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അവർ വന്നേ? നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ശോഭന. സ്ഥലം കാസർഗോഡ് ഡിസ്ട്രിക്റ്റില് കൊടക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് ജില്ലയിൽ. എന്തായിരുന്നു ബുദ്ധിമുട്ട്? എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം 13 വർഷമായിട്ട് ഞാൻ മരുന്നെടുക്കുന്നുണ്ട്. ശരീരത്തിന് അതെങ്ങനെയൊക്കെയാ ബുദ്ധിമുട്ട്? 13 വർഷം മരുന്ന് കഴിച്ചല്ലോ, എന്നിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലേ? മാറ്റങ്ങള് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഗുളികയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലായി കാണും. ലാബില് ടെസ്റ്റ് ചെയ്താൽ എല്ലാം നോർമലായിട്ട് കാണും. പക്ഷെ എനിക്ക് നീർക്കെട്ട്, ശരീരം മൊത്തം വേദന, പിന്നെ ഓർമ്മക്കുറവ്, വയർ സ്തംഭനം, ശ്വാസതടസ്സം, മുടി കൊഴിച്ചല്, ഇതെല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാല് അവർ ഫസ്റ്റിൽ ചോദിക്കും, നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടോ, ഗുളിക കഴിക്കുന്നുണ്ടോ ചോദിക്കും. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഒന്നും ടെസ്റ്റ് ചെയ്തിട്ട് വരണം എന്ന് പറയും. താൽക്കാലികമായിട്ട് ഒരാഴ്ചക്കുള്ള മരുന്ന് തരും. അത് കഴിച്ചിട്ട് രണ്ടാമത് പോകുമ്പോൾ ഇത് TSH ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ റിപ്പോർട്ട് നോക്കുമ്പോൾ അത് നോർമലായിരിക്കും. അപ്പൊ അങ്ങനെ അവരെ മരുന്ന് കഴിക്കുന്ന സമയത്ത് 1-2 ആഴ്ച കഴിക്കുമ്പോൾ വേദന, നീർക്കെട്ടെല്ലാം കുറയും. അങ്ങനെ ഇത്രയും 13 വർഷവും ഞാൻ ഉരുണ്ട് പോയത്. അങ്ങനെ ഡോക്ടറെ വീഡിയോ കാണാനിടയായി. അതുകൊണ്ട് ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഞാൻ ഡോക്ടറെ കാണാൻ വന്നത്. ഓക്കെ. എന്നിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് നടന്നിട്ടേ ഇപ്പൊ എത്ര ദിവസം ട്രീറ്റ്മെന്റ് എടുത്തു? 4 മാസം. 4 മാസം എടുത്തു. എങ്ങനെ തോന്നുന്നു? എനിക്ക് നല്ല മാറ്റമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല മാറ്റമുണ്ട്. വണ്ണം കുറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണാൻ വരുന്ന സമയത്ത് എനിക്ക് 89,900 വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം 78,250 ഈ 4 മാസം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വേദനകൾക്ക് മാറ്റമുണ്ട്. പിന്നെ ഓർമ്മക്കുറവിന് വ്യത്യാസമുണ്ട്. ഉറക്കുണ്ട്. എനിക്കല്ലെങ്കിൽ തീരെ ഉറക്ക് ഉണ്ടാവാറില്ല. പിന്നെ മടിയാണ് ഒന്നാമത്. ഇപ്പൊ ഒരു ജോലി ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് എൻ്റെ മനസ്സ് മാറും. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പൊ ലേശം കിടക്കട്ട്, അങ്ങനത്തെ ഒരു ചിന്തയാണ് ഉണ്ടാവുമ്പോൾ. ഇപ്പൊ അതൊന്നുമില്ല. നല്ല ആക്റ്റീവായിട്ട് എല്ലാം ചെയ്യണം. ഒരു മൂടുണ്ട് എല്ലാത്തിനും, നമ്മൾ ചെയ്യണമെന്നില്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ചല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇരിക്കും. അതൊന്നുമില്ല. എല്ലാവരോടും നല്ല സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞ് എല്ലാം കിടക്കാറില്ല. കിടക്കണം എന്നില്ല തോന്നിച്ചില്ല. നേരത്തെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യും, പോയിട്ട് കിടക്കും. പിന്നെ അവിടുന്ന് എണീക്കും, പിന്നെ എന്തെങ്കിലും ചെയ്യും, പിന്നെയും പോയിട്ട് കിടക്കും. ആരധികം വർത്താനൊന്നും പറയാൻ താല്പര്യമല്ല. എന്നാ പറയേണ്ട അവരോട് എന്നില്ലേ. പിന്നെ നമ്മള് സ്ഥിരം കാണുന്നവരോട് എന്തെങ്കിലും 2 വർത്താനം പറയുന്നല്ലാണ്ട് പുറത്തുനിന്ന് ഇപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ, ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാലോ, ആരെ കണ്ടാലും അത്ര നമ്മളൊരു സൗഹൃദം പങ്കുവെക്കാൻ്റെ ഒരു താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ചോദിക്കും, അവര് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയും, അത്ര. പിന്നെ എവിടെയും പുറത്തിറങ്ങാൻ താല്പര്യമല്ല, പോവാനെല്ലാം ഒരു മടിയാണ്. എവിടെ പോകണമെങ്കിലും നല്ലൊരു കല്യാണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എവിടെ അല്ലെങ്കിൽ ഒന്നെങ്കിലും ഒരു ബസാറിൽ പോകണം എന്ന് വിചാരിച്ചാൽ എനിക്ക് മടിയാണ് പോകണം. ഇപ്പൊ അതെല്ലാം മാറി. പോകണം എന്നില്ല. ഇപ്പം വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് പിന്നെ ശരീരത്തിന് ഒരു കനം കുറഞ്ഞില്ല നമുക്ക്. അപ്പൊ കാലും കൈയെല്ലാം കനം കുറയുമ്പോൾ നടക്കാനും ബുദ്ധിമുട്ടില്ല. അങ്ങനെയെല്ലാം എല്ലാം കൊണ്ടും നല്ല രീതിയിൽ. അപ്പൊ ഇത് തൈറോയിഡിന്റെ പ്രശ്നമായിരുന്നു. നമുക്ക് ആരോടും മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമല്ല. ആരെങ്കിലും വന്ന് മിണ്ടാതെ നമുക്ക് ദേഷ്യം വരും, ഇറിറ്റേഷൻ. വേഗം ദേഷ്യം വരും, വേഗം സങ്കടവും വരും. ഈ ചെറിയ കാര്യത്തിന് കരയും. അപ്പൊ ആള് വിചാരിക്കും എന്നപ്പോ ഇവളിങ്ങനെ. അപ്പൊ നമ്മള് വേണമെന്ന് വിചാരിച്ച് കരയുന്നതല്ല, ഓട്ടോമാറ്റിക്കായി കണ്ണെന്ന് വെള്ളം ഉരുണ്ട് പോയി. ഒരുപാട് മാറ്റമുണ്ട്. ചെറിയ മാറ്റങ്ങളുണ്ട്. ഇല്ല, പകൽ ഉറക്കമൊന്നുമില്ല. രാത്രി ഒരു 9 മണിയാകുമ്പോ നല്ല ഉറക്കം വരും. അല്ലെങ്കിൽ ഇങ്ങനെ മൊബൈലിൽ നോക്കിയിട്ട് 12-1 മണി വരെ കിടക്കും.
അപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഇല്ല. അപ്പൊ നല്ല നല്ല സന്തോഷമുണ്ട് മനസ്സിലല്ലേ? സന്തോഷമുണ്ട്, മനസ്സിന് സന്തോഷം. എനിക്കും ഒത്തിരി സന്തോഷമായി. കാരണം ഇത്രയും ദൂരത്തുനിന്ന് വന്നല്ലേ, കാസർഗോഡ് നിന്ന് ഒരാൾ നമ്മളെ നമ്മൾ 5 മണിക്കൂർ ട്രെയിനിലേക്ക് വേണം, 5 മണിക്കൂർ തിരിച്ചു പോകണം. 10 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണാൻ വന്നത്. വെറുതെ ആയില്ലല്ലോ. ഇല്ല, വെറുതെ സന്തോഷമായി. അപ്പൊ താങ്ക് യു ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് ആളുകളോട് പങ്കുവെച്ചതിന് ഒത്തിരി സന്തോഷം. അങ്ങനെ 14 ജില്ലയിലെയും പേഷ്യൻസിന്റെ ഇന്റർവ്യൂ നമ്മുടെ ചാനലിലായി. കാസർഗോഡ് നിന്ന് ഇതിനു മുമ്പും പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വന്നെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അവരുടെ വീഡിയോ ആ സാഹചര്യത്തിൽ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടു. ശരിക്കും എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നേ? അതിന് കിട്ടിയ പ്രയോജനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇവരെ സംബന്ധിച്ച് ഇവർ 13 വർഷമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കും. അതായത് ഇപ്പൊ അവർക്ക് 61 വയസ്സുണ്ട്. അതായത് മധ്യവയസ്സ് മുതൽ ഈ ഒരു 61 വയസ്സ് വരെയുള്ള ഈ ഒരു കാലയളവ് ശരിക്കും ചികിത്സിച്ച് വേസ്റ്റ് ആക്കി പോയി. അവരെ സംബന്ധിച്ച് വെറും 4 മാസം കൊണ്ട് പോകേണ്ടിയിരുന്ന പ്രശ്നങ്ങളാണ്. 100% മാറി പൂർണ്ണ ആരോഗ്യവതിയായി എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും അവരെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന, അവരുടെ ജീവിതം തകർത്തുകൊണ്ടിരുന്ന, അല്ലെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് പുറത്തു വരാനായിട്ട് സാധിച്ചു. അപ്പൊ ഇവർ ഈ പ്രായത്തിൽ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വരുന്നെങ്കിൽ അത് കാണിക്കുന്നത് ദൂരം അല്ലെ. ഇപ്പൊ പലപ്പോഴും കോട്ടയത്തും തൃശ്ശൂരും ഒക്കെ വിളിച്ചിട്ട് തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഇത്രയും ദൂരെ യാത്ര ചെയ്യട്ടെ. അപ്പൊ ഇവർക്ക് ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരെ യാത്ര ചെയ്യാൻ പറ്റിയെങ്കിൽ അല്ലെ, അപ്പൊ നിങ്ങൾക്കും അത് ഒത്തിരി ദൂരമല്ല. ഞാൻ പോലും ഓരോ ആഴ്ച 500 കിലോമീറ്റർ യാത്ര ചെയ്താണ് നിങ്ങളെ കാണാനായിട്ട് വരുന്നത്. അപ്പൊ ദൂരം കൂടുതലാണെന്ന് പറയുന്നവർക്ക് നല്ലൊരു എക്സാമ്പിൾ ആണ് ഇവര്. അപ്പൊ വേണമെന്ന് വെച്ചാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലും കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ, ആരോഗ്യത്തിനായിട്ട് കുറച്ചെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ദൂരം ഒരു അപേക്ഷമാണ്, ആവശ്യമാണ് ദൂരത്തെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ പേഷ്യന്റ് ഇന്റർവ്യൂ ഇടുന്നത്? നിങ്ങൾ രോഗിയും ഡോക്ടറും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടിട്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? ഞങ്ങൾക്ക് കുറച്ച് തിയറി പറഞ്ഞ, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ടിപ്സ് പറഞ്ഞു. ടിപ്സ് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് കുറേ അസുഖങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? ഒരു അസുഖം എന്താണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതേപറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും, അല്ലെങ്കിൽ മറ്റു പല ഡോക്ടേഴ്സും ആ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ കുറെ തിയറി അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് യാതൊരു പ്രയോജനത്തില്ല. നിങ്ങൾക്ക് വേണ്ട എന്താണ്? നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ചികിത്സയുണ്ടോ? അതായത് വർഷങ്ങളായിട്ട് ചികിത്സിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സമാനമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമേ നമ്മുടെ വീഡിയോ കൊണ്ട് പ്രയോജനം കിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ. ഇവരുടെ അനുഭവം കണ്ടില്ലേ, 13 കൊല്ലം ചികിത്സിച്ച് അവസാനം അവർ വിചാരിച്ചിരുന്നത് ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അവരിവിടെ വന്നത്. അപ്പൊ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ പോകുന്നവർക്ക് ഒരു ആശ്വാസമായിക്കോട്ടെ, അവരുടെ അസുഖങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവും എന്നറിയിക്കാനാണ് ഞാനിങ്ങനെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ഇടുന്നത്. ഇപ്പൊ ഈ കിട്ടിയ റിസൾട്ടൊക്കെ ഞാനൊരു ഡേറ്റ ആയിട്ട് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്താൽ സാധാരണ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ചികിത്സയുണ്ടോ, ആ ചികിത്സിച്ചതുകൊണ്ട് ഗുണമുണ്ടോ? സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആ ചികിത്സ കൊണ്ട് കിട്ടിയ ഗുണങ്ങൾ അറിയുന്നതാണ് നിങ്ങൾക്ക് അതുകൊണ്ടൊരു ആശ്വാസം. അപ്പോൾ നമുക്ക് മറ്റൊരു പേഷ്യന്റ് ഇന്റർവ്യൂ ആയിട്ട് വീണ്ടും കാണാം.